നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇടതു മുന്നണിയിലെ മൂന്നാമത്തെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മും സകലമാന മെത്രാൻമാരും ആവശ്യപ്പെട്ടിട്ടും വനം മന്ത്രി സ്ഥാനത്ത് നിന്ന് കെ ശശീന്ദ്രനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നീക്കാത്തത് എന്തുകൊണ്ട്? വരുന്ന മേയിൽ ശശീന്ദ്രൻ മാറി തോമസ് കെ തോമസ് മന്ത്രിയാകുമെന്ന ശ്രുതിയുണ്ടെങ്കിലും രണ്ടാം പിണറായി സർക്കാരിലെ 5 കൊല്ലവും ശശീന്ദ്രൻ തന്നെ മന്ത്രിയായിരിക്കും. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ഇന്നലെ രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ചോദ്യത്തിന് പ്രസക്തി വർദ്ധിക്കുന്നത്. സംസ്ഥാനത്ത് തുടർച്ചയായി വന്യജീവി ആക്രമണത്തിൽ കർഷകർ മരിക്കുമ്പോൾ സർക്കാരും വനപാലകരും നോക്കുകുത്തികളാവുകയാണ് എന്ന് ആരോപിച്ച് അദ്ദേഹം വനം മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇവിടെ ഒരു ഭരണം ഉണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും കർഷകന് ജീവിക്കാനുള്ള അവകാശങ്ങൾ തമസ്കരിക്കുന്നുവെന്നും വനംവകുപ്പ് സ്വീകരിക്കുന്നത് കർഷകരെ ഉപദ്രവിക്കുന്ന സമീപനമാണ്. കർഷക മരണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത വനം മന്ത്രി രാജിവെക്കണമെന്നും കോട്ടയത്ത് നടക്കുന്ന ഇൻഫാം അസംബ്ലിയിൽ പ്രസംഗിക്കവേ താമരശ്ശേരി രൂപത ബിഷപ്പ് ആവശ്യപ്പെട്ടു. അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ വീണ്ടും കാട്ടാൻ ആക്രമണത്തിൽ മരണം സംഭവിച്ചു. വയനാട് അട്ടമല ഏറാട്ടുകുണ്ട് കോളനിയിലെ ബാലനാണ് കൊല്ലപ്പെട്ടത്. 27 വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം. 40 ദിവസത്തിനുള്ളിൽ കാട്ടാൻ ആക്രമണത്തിൽ സംസ്ഥാനത്ത് സംഭവിക്കുന്ന 7ാമത്തെ മരണമാണ് ഇത്. കാട്ടാൻ ആക്രമണത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 180 ജീവനുകളാണ് കേരളത്തിൽ പൊലിഞ്ഞത്. കഴിഞ്ഞ വർഷം 12 പേർ കാട്ടാൻ ആക്രമണത്തിൽ മരിച്ചു. എന്നിട്ടും ശശീന്ദ്രന് അനക്കമേയില്ല. ഇതിനിടെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാൻ കഴിയാതെ NCP സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനം PC ചാക്കോ രാജിവെച്ചു. രാജിക്കാര്യം ശരത് പവാറിനെ അറിയിച്ചു. മന്ത്രിയെ മാറ്റാൻ ഒരുങ്ങി ഒടുവിൽ സ്വയം പിടിമുറുക്കുകയാണ് PC ചാക്കോ. അതേസമയം തോമസ് കെ തോമസും AK ശശീന്ദ്രനും കൈകോർക്കുന്നു എന്നാണ് സൂചന. തോമസ് കെ തോമസിനെ പ്രസിഡന്റ് ആക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഒരുക്കങ്ങൾ നടക്കുന്നത്. AK ശശീന്ദ്രൻ ആണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. 18 വിളിച്ച NCP നേതൃയോഗം മാറ്റി വയ്ക്കുകയുണ്ടായി. യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് ശശീന്ദ്രപക്ഷവും അറിയിച്ചു. എന്നാൽ ശശീന്ദ്രനെ മുഖ്യമന്ത്രി മാറ്റിയില്ല. അതാണ് ശശീന്ദ്രനും മുഖ്യമന്ത്രിക്കുമിടയിലുള്ള ബന്ധം. ശശീന്ദ്രനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഉറ്റവർ തന്നെ രംഗത്തുണ്ട്. വന്യജീവികൾ നാട്ടിലിറങ്ങുമ്പോൾ മന്ത്രി എന്തു ചെയ്യാനാണ് എന്നാണ് മുഖ്യമന്ത്രി പരോക്ഷമായി ചോദിക്കുന്നത്. AK ശശീന്ദ്രനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതിൽ ഘടകകക്ഷികൾക്ക് തന്നെ വലിയ അമർഷമുണ്ട്. CPIയും കേരള കോൺഗ്രസ് എമ്മും KB ഗണേഷ് കുമാറും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നയം വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ കേട്ടുകൊണ്ടിരുന്നതല്ലാതെ മുഖ്യമന്ത്രി മറുപടിയൊന്നും പറഞ്ഞതുമില്ല. മുഖ്യമന്ത്രിക്ക് ഏറെ വേണ്ടപ്പെട്ട ഒരാളെ ശശീന്ദ്രൻ കറക്കി വീഴ്ത്തിയതാണ് കാരണമെന്ന് പറയുന്നു. മന്ത്രിക്ക് ഈ വ്യക്തിയുമായി ബന്ധത്വമുണ്ട് എന്നും അരമനകളിൽ പാട്ടാണ്. മന്ത്രിയെ മാറ്റി ഇക്കാര്യങ്ങൾ നയപരമായ ഒരു തീരുമാനം എടുക്കണമെന്ന ആവശ്യവും മുഖ്യമന്ത്രി തള്ളി. ക്രൈസ്തവ സഭകൾ NCPയിലെ തോമസ് കെ തോമസിനെ വനം മന്ത്രിയാക്കണമെന്ന് PC ചാക്കോ വഴി മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. ചാക്കോ ഇക്കാര്യം പിണറായിയെ അറിയിച്ചുവെങ്കിലും മൗനമായിരുന്നു മറുപടി. ക്രൈസ്തവ സഭകളുടെ ആവശ്യം ഇതാണ് എന്നും ചാക്കോ അറിയിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി അക്കാര്യം കേട്ടതായി നടിച്ചില്ല. കേരള കോൺഗ്രസ് മന്ത്രി റോഷി അഗസ്റ്റിനെ ശശീന്ദ്രൻ തള്ളി പറഞ്ഞിരുന്നു. വനം ഭേദഗതി നിയമം സഭയിൽ കൊണ്ടുവരാൻ ആലോചിച്ച സമയത്താണ് മന്ത്രിക്കെതിരെ ശശീന്ദ്രൻ രംഗത്തെത്തിയത്. മന്ത്രി റോഷി അഗസ്റ്റിൻ കൂടി ഒപ്പിട്ട നിയമ ഭേദഗതിയാണ് ഇതെന്ന് വനം മന്ത്രി പറഞ്ഞു. സമാനമായ സംഭവം മന്ത്രി ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ ഉണ്ടായി. ഗണേഷിന്റെ കയ്യിലുള്ള ആനക്കൊമ്പിനെ കുറിച്ചായിരുന്നു തർക്കം. ജോസ് കെ മാണി MPയുടെ കർശന നടപടിയെ തുടർന്ന് വനം ഭേദഗതി പിൻവലിക്കേണ്ടി വന്നു. മുഖ്യമന്ത്രിയാണ് ഇതിന് മുൻകൈയെടുത്തത്. ശശീന്ദ്രൻ ഒരു അവകാശവാദവും ഉന്നയിച്ചില്ല. ഇതാണ് ശശീന്ദ്രന്റെ രീതി. മുഖ്യമന്ത്രിക്ക് ഭരണം വിട്ടുകൊടുത്ത ശേഷം ഒന്നും ചെയ്യാതെ മന്ത്രിയായി ഇരിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളാണ് വനം വകുപ്പിന് നടക്കുന്നത്. ഇക്കാര്യത്തിൽ ശശീന്ദ്രന് ഒരു പരിഭവവുമില്ല. അദ്ദേഹത്തിന്റെ പദവിയിൽ മാത്രമാണ് ശ്രദ്ധ. തനിക്ക് എന്തു തന്നെ സംഭവിച്ചാലും മുഖ്യമന്ത്രി നോക്കിക്കോളാമെന്ന ഉറപ്പ് ശശീന്ദ്രനുണ്ട്. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ കേരള കാത്തലിക് ബിഷപ്പ് കൌൺസിലുമായി വനം മന്ത്രി AK ശശീന്ദ്രൻ ഇടഞ്ഞിരുന്നു. ഈ കണമലയിൽ നാട്ടിലിറങ്ങിയ കാട്ടുപോത്ത് ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് വനം മന്ത്രിയും KCBCയും കൊമ്പുകോർത്തത്. കണമല കാട്ടുപോത്ത് ആക്രമണവുമായി ബന്ധപ്പെട്ട നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യവുമായി കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് രംഗത്തെത്തിയ സാഹചര്യത്തിലായിരുന്നു വനം മന്ത്രിയുടെ പ്രതികരണം. കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തോമസിന്റെ സംസ്കാര ചടങ്ങിന് മുഖ്യമന്ത്രി കാർമ്മികത്വം വഹിക്കവെയായിരുന്നു കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുള്ളിക്കൽ മനുഷ്യന്റെ സുരക്ഷയ്ക്ക് യാതൊരു സംരക്ഷണവും നൽകാത്ത നിയമം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്തണം. അടിയന്തര സാഹചര്യത്തിൽ
ആക്രമിക്കാൻ വരുന്ന മൃഗത്തെ വെടിവെക്കാൻ പോലും നിയമം ഇല്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. ഇതേ കാര്യം ഇടതുമുന്നണി ഘടകകക്ഷി നേതാവ് ജോസ് കെ മാണി എംപിയുടെ ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്തിരുന്നു. ഇതിനോട് പ്രതികരിച്ച വനം മന്ത്രി മൃതദേഹം വെച്ചും അവരുടെ കുടുംബത്തെ വെച്ചും ചില സംഘടനകളും ചില ആളുകളും വിലപേശുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നും കുറ്റപ്പെടുത്തുകയായിരുന്നു. മതമേലധ്യക്ഷന്മാർ നിലപാട് പരിശോധിക്കണമെന്നും ഈ പ്രവർത്തനം പര്യാപ്തത്തിന് നിരക്കുന്നതില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. മന്ത്രി രാജൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ഇടയ്ക്ക് CPMന് സർക്കാരിനുമെതിരെ രംഗത്തെത്തുന്നത് രംഗത്തെത്തുന്നത് പതിവാണ്. മുട്ടിൽ മരമുറി കേസിൽ ആരോപണ വിധേയനായ ഡെപ്യൂട്ടി കൺസർവേറ്റർ NC സാജന് ചീഫ് കൺസർവേറ്ററുടെ അധികാരം പിണറായി നൽകിയിരുന്നു. പക്ഷേ ഇതിന് കേന്ദ്ര സർക്കാർ തടയിട്ടു. മുട്ടിൽ മരമുറിയിൽ CPMന് വേണ്ടി പ്രവർത്തിച്ച കിങ് പിങ് എന്നറിയപ്പെട്ട ആളാണ് ഇയാൾ. അദ്ദേഹത്തെ സഹായിച്ചത് ശശീന്ദ്രനാണ്. മുട്ടിൽ മരമുറി കേസിൽ വിവാദവും അവസാനിപ്പിച്ചതും മന്ത്രി ശശീന്ദ്രൻ തന്നെയാണ്. ഏത് തീരുമാനത്തിന് മുൻപും മുഖ്യമന്ത്രിയെ കാണുന്നത് ശശീന്ദ്രന്റെ ശീലമാണ്. മുഖ്യമന്ത്രിയുടെ കൂടി അഭിപ്രായം അറിഞ്ഞിട്ടാണ് അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുക ചെയ്തത്. എല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കും. വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രത്യേക സെല്ല് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വന്യമൃഗ ആക്രമണം നടക്കുന്നത് ജനവാസ മേഖലയിൽ അല്ല എന്ന് മന്ത്രി ശശീന്ദ്രൻ പറയുന്നുണ്ട്. വനത്തിൽ കയറുന്നത് എന്തിനാണ് എന്നും മന്ത്രി ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാട്ടാന ആക്രമണത്തിൽ എവിടെയാണ് നടന്നത് എന്നും മന്ത്രി ചോദിച്ചു. ആദിവാസികൾ അല്ലാത്തവർ വനത്തിലെത്തുന്നത് എന്തിനാണ് എന്നും മന്ത്രി ചോദിക്കുന്നു. ഇതിൽ സത്യമുണ്ടെങ്കിലും എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പാടില്ലല്ലോ. PC ചാക്കോയെ പുറത്താക്കിയതോടുകൂടി ശശീന്ദ്രൻ ജയിച്ചു. തോമസ് കെ തോമസ് പിണറായിയോട് കളിക്കാൻ നിന്നാൽ കുട്ടനാട് സീറ്റ് കിട്ടില്ല. അതിനാൽ അടങ്ങിയൊതുങ്ങി തോമസ്ക്കും കഴിയുന്നു. ശശീന്ദ്രനോട് കളിക്കാനുള്ള ബലം തോമസ് കെ തോമസിന് തൽക്കാലമില്ല. ഇനി ശശീന്ദ്രനാണ് NCPയിലെ പ്രധാനമന്ത്രി, പിണറായി നോമിനേറ്റ് ചെയ്ത പ്രധാനമന്ത്രി.